ഹായ്, ഞാൻ അബ്ദുൽ. വർഷങ്ങൾക്ക് മുമ്പ് ഇഗ്നോയിൽ ഒരു PG ചെയ്തപ്പോൾ എനിക്കുണ്ടായ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളും ഇപ്പോൾ UGയോ PGയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഇഗ്നോയുടെ സ്റ്റഡി സെന്ററുകളിൽ ഒന്നായ JDTയുടെ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. ഇഗ്നോയുടെ അസൈൻമെന്റ് എഴുതാൻ ഉദ്ദേശിക്കുന്ന ഏതൊരാളും ആദ്യമായി ചിന്തിക്കുക ഒരുപക്ഷെ ഏതു പേപ്പറാണ് അതിന് ഉപയോഗിക്കേണ്ടത് എന്ന് തന്നെയാണ്. A4 സൈസ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത്. അത് റൂൾഡ് അതല്ലെങ്കിൽ അൺറൂൾഡ്, മറ്റൊരു ഭാഷയിൽ വരയുള്ളതും വരയില്ലാത്തതും ഉപയോഗിക്കാം. ഏതു മഷിയാണ് ഉപയോഗിക്കേണ്ടത്? JDTയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് നീല മഷിയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ്. കളർ പേന ഉപയോഗിക്കാമോ? ആവശ്യമാണെങ്കിൽ അണ്ടർലൈൻ ചെയ്യാനോ പ്രധാന പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്യാനോ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ഘട്ടം അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഫോർമാറ്റാണ്. റൂൾഡ് അല്ലാത്ത A4 ഷീറ്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടാഗ് കെട്ടുന്ന ഭാഗത്തൊഴികെ മറ്റു 3 ഭാഗങ്ങളിലും സാധാരണ രീതിയിലുള്ള മാർജിനും ടാഗ് കെട്ടുന്ന ഭാഗത്ത് ഒരല്പം വലിയ മാർജിനുമാണ് ഇടേണ്ടത്. ഒരു ഉദാഹരണത്തിന് ടാഗ് കെട്ടുന്ന ഭാഗമല്ലാത്ത മറ്റു 3 ഭാഗത്തും 1 സെന്റിമീറ്റർ വീതമാണ് നമ്മൾ മാർജിൻ ഇട്ടതെങ്കിൽ ടാഗ് കെട്ടുന്ന ഭാഗത്ത് 2 സെന്റിമീറ്റർ മാർജിൻ ഇടാവുന്നതാണ്. മാത്രമല്ല ആവശ്യമാവുന്ന മുറക്ക് ചിത്രങ്ങളും ഗ്രാഫുകളും ഉപയോഗപ്പെടുത്തി അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചോദ്യങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ചോദ്യത്തിന്റെ നമ്പറുകൾ ഓരോ ഉത്തരത്തിന്റെയും മുമ്പ് കൃത്യമായി എഴുതിയിരിക്കണം. JDTയുടെ മറ്റൊരു പ്രധാന നിർദ്ദേശം ഷീറ്റിന്റെ ഇരുപുറങ്ങളും എഴുതിയിരിക്കണം എന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ സ്റ്റഡി സെന്റർ നമ്മോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നാം പാലിക്കേണ്ടത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെഴുതണം, എത്ര എഴുതണം എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ അതുപോലെ കോപ്പി ചെയ്യരുത് എന്നാണ്. ചോദ്യങ്ങൾ എന്താണോ അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ആവശ്യമെങ്കിൽ മറ്റു റിസോഴ്സുകൾ റെഫർ ചെയ്തുകൊണ്ട് നമ്മുടേതായ രീതിയിലാണ് എഴുതേണ്ടത്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾക്ക് ആവശ്യമായ വേർഡ് കൗണ്ടിനനുസരിച്ച് ഓരോ ചോദ്യത്തിന്റെയും ഉത്തരങ്ങളുടെ പേജുകളും വ്യത്യാസപ്പെടുന്നതാണ്. എന്നാൽ ഒരു അസൈൻമെന്റിന്റെ മൊത്തം വോള്യം 30 ഷീറ്റിനേക്കാൾ അഥവാ 60 പേജുകളേക്കാൾ അധികമാവരുത് എന്ന് പ്രത്യേകം JDT നിർദ്ദേശിക്കുന്നുണ്ട്. അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ മറ്റു ചില പേജുകൾ കൂടി അതിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അസൈൻമെന്റിന്റെ ആദ്യത്തെ 2 പേജുകൾ ഇവാലുവേഷൻ ഷീറ്റിന്റെ 2 കോപ്പികളായിരിക്കണം. ഇവാലുവേഷൻ ഷീറ്റ് നിങ്ങളുടെ ഔദ്യോഗിക ഗ്രൂപ്പിൽ നിങ്ങളുടെ കോർഡിനേറ്റർ ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഗ്നോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 3ാമത്തെ പേജ് പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ആയിരിക്കണം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം 4ാമത്തെ പേജായി വെക്കേണ്ടത് ഓരോ അസൈൻമെന്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാം ചെയ്യേണ്ടത് വലിയ മാർജിൻ ഇട്ട ഭാഗത്ത് ടാഗ് കൊണ്ട് ടൈ ചെയ്യലാണ്. സ്റ്റാപ്പിൾ ചെയ്യാനോ ബൈൻഡ് ചെയ്യാനോ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണയായി ടാഗുകളുടെ അഗ്രഭാഗത്ത് കാണുന്ന കൂർത്ത മുനയുള്ള പിൻ പോലെയുള്ള ഭാഗം ടൈ ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി മുറിച്ചു കളയേണ്ടതാണ്. അവസാനമായി അസൈൻമെന്റ് സബ്മിഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമായി സബ്മിഷൻ ഡേറ്റ് തന്നെ. ഓരോ സ്റ്റഡി സെന്ററും അതാത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നത് പ്രകാരമുള്ള ഡേറ്റുകളിലാണ് സമർപ്പിക്കേണ്ടത്. JDTയുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് അതാത് സമയങ്ങളിലായി വിദ്യാർത്ഥികളെ അറിയിക്കാറുള്ളതാണ്. ആ ഡേറ്റുകളിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ്. ഓരോരുത്തരുടെയും സ്റ്റഡി സെന്ററുകളിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. JDT വിദ്യാർത്ഥികളായ നമ്മൾ JDTയുടെ ഇഗ്നോ ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ആണ് സമർപ്പിക്കേണ്ടത്. നേരിട്ട് സമർപ്പിക്കുമ്പോൾ സബ്മിറ്റ് ചെയ്തതിന്റെ രേഖയായി അക്നോളജ്മെന്റ് സ്ലിപ്പ് കൈപ്പറ്റി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. നേരത്തെ തന്നെ അക്നോളജ്മെന്റ് സ്ലിപ്പ് പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ ആവശ്യമായതെല്ലാം പൂരിപ്പിച്ചാണ് വരുന്നതെങ്കിൽ അവസാന നിമിഷത്തെ പ്രയാസങ്ങൾ ഒഴിവാക്കാനാവും. നമ്മുടെ അസൈൻമെന്റുകളെല്ലാം ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു വലിയ കവറിലാക്കി അതിനു മുകളിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും എഴുതി നിർദ്ദേശിക്കപ്പെട്ട ബോക്സിലാണ് നിക്ഷേപിക്കേണ്ടത്. ഏറ്റവും അവസാനമായി നമുക്കുണ്ടായേക്കാവുന്ന ചോദ്യം ഇതിന്റെ ഇവാലുവേഷനെയും റിസൾട്ടിനെയും സംബന്ധിച്ചാണ്. ഇഗ്നോ അപ്രൂവ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആണ് നമ്മുടെ അസൈൻമെന്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തതിനു ശേഷം 3 or 4 ചിലപ്പോൾ അതിലധികമോ മാസങ്ങൾക്ക് ശേഷമാണ് വെബ്സൈറ്റിൽ അതിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുള്ളത്. ശ്രദ്ധിക്കുക, പല വ്യക്തികളും ഏജൻസികളും നമ്മെ സമീപിച്ച് അസൈൻമെന്റ് എഴുതി തരാമെന്നും സബ്മിറ്റ് ചെയ്തു തരാമെന്നും വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. അവയെ അവഗണിക്കലാണ് ഏറ്റവും ഉത്തമം. സ്വന്തമായി എഴുതി സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന ചാരിതാർത്ഥ്യം അത് വേറെ ഒന്ന് തന്നെയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി.